പ്രിയപ്പെട്ടവരെ, യമനിന് നേരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ യമനിലെ ഹൂത്തികൾ ഇസ്രായേലിലേക്കുള്ള എല്ലാ കപ്പലുകളും തടഞ്ഞു വച്ചിരുന്നു. അത് കാരണത്താൽ പല കാർഗോ ഷിപ്പ് കമ്പനികളും ഇസ്രായേലിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തലാക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക പുതിയൊരു സഖ്യം രൂപീകരിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകമായ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കടലിൽ ഇതിന്റെ ഭാഗമായി അമേരിക്ക ഏകദേശം 40-ലധികം കപ്പലുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമായും ഈ ഭാഗത്ത് 4 കടലിന്റെ ഭാഗങ്ങളാണുള്ളത്. ഇവിടെ നമുക്കറിയാം റെഡ് സീ ആണ്. ഇവിടെയായിരുന്നു ഈ ഹൂത്തികളുടെ ഭാഗത്തുനിന്നുള്ള ശക്തമായ ഉപരോധം ഉണ്ടായിരുന്നത്. ഈ ചെങ്കടൽ വഴി നേരെ സൂയസ് കനാൽ വഴിയാണ് ഈ ഇസ്രായേലിലേക്ക് ചരക്കുകളെല്ലാം എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ റെഡ് സീ, അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് അദൻ കടലാണ്. ഇവിടെ യമനിന്റെ ഭാഗമാണ്. അതുപോലെ റെഡ് സീ ഈ ഭാഗവും യമനിന്റെ ഭാഗം തന്നെയാണ്. തൊട്ടിപ്പുറത്ത് നമുക്കറിയാം അറബിക്കടലാണുള്ളത്. അതേപോലെ തന്നെ അതിന്റെ നേരെ ഇങ്ങേ ഭാഗത്ത് ഇറാനോട് അതിർത്തി പങ്കിടുന്ന ഭാഗത്താണ് പേർഷ്യൻ ഗൾഫ് കടലുള്ളത്. അതിന്റെ തൊട്ടുപുറത്ത് ഗൾഫ് ഒമാൻ കടലുമാണ്. ഇങ്ങനെയാണ് ഈ ഭാഗങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ അമേരിക്ക ഇപ്പോൾ ഏകദേശം ഈ ഭാഗങ്ങളിലെല്ലാം യുദ്ധക്കപ്പലുകൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ചെങ്കടലിൽ കപ്പലുകളുണ്ട്. അത് പ്രധാനമായും ഏറ്റവും കൂടുതലായി പടക്കപ്പലുകൾ ഉള്ളത് ബാബുൽ മന്ദബ്, അതായത് ഇതുവരെ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട ഭാഗമാണിത്. ഈ ഭാഗത്ത് യമനിനോട് ചേർന്നിരിക്കുന്ന ഈ കടലിടുക്ക് ഭാഗം ബാബുൽ മന്ദബ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത് യമനിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് അദൻ കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും അതേപോലെ തന്നെ ഒമാൻ കടലിലും ഇപ്പോൾ അമേരിക്കയുടെ സാന്നിധ്യമുണ്ട്. അമേരിക്കൻ കപ്പലുകളുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ചെങ്കടലിൽ ഏകദേശം ഈ സൂയസ് കനാലിനോട് അടുത്ത ഭാഗത്തും ഏകദേശം 6 കപ്പലുകൾ അവിടെയും നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കടലിടുക്കിന്റെ ബാബുൽ മന്ദബിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം 12 കപ്പലുകളാണ് ഈ ഭാഗത്ത് അമേരിക്ക ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഹൂത്തികൾക്ക് നേരെയുള്ള ഒരു ആക്രമണം നടത്താനാണോ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ആക്രമണത്തിന് തയ്യാറല്ല എന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേ സമയത്ത് ചരക്കുകൾ സുഗമമായി എത്തിക്കാൻ, അതായത് ഈ ഷിപ്പ് കമ്പനികൾക്ക്, കാർഗോ കമ്പനികൾക്ക് ഒരിക്കലും തന്നെ ആക്രമണം ഉണ്ടാവുകയില്ല. ഏത് ആക്രമണത്തെയും തടയാൻ ഞങ്ങൾ സജ്ജമായിരിക്കുന്നു. അതുകൊണ്ട് സുഗമമായി കപ്പലുകൾ, കാർഗോ ഷിപ്പുകൾ ഇതിൽ പോകാം എന്ന രൂപത്തിലുള്ള ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണോ ഇങ്ങനെ ഒരു തീരുമാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ആ രൂപത്തിലും ആയേക്കാം. അതല്ല, ഇനി ഹൂത്തികളുടെ ഭാഗത്ത് വളരെ കൃത്യമായ ചില പോയിന്റുകളിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും ഒരു ശക്തമായ സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാനുമായിട്ടുള്ള ഒരു സംഘട്ടനം ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ നാവിക സംവിധാനങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.